നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ അതിർത്തി ലംഘിച്ച് ഇവരെന്തിന് ഇപ്പുറത്ത് കടന്നു? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ആര് കൊടുത്തു? നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് മീനാക്ഷി അത് ചെയ്തതെന്ന് അവള് പറഞ്ഞില്ലേടാ? പൊടിക്കുഞ്ഞ അതിന് പനി പകർന്നാല് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ രക്ഷിക്കല്ലേ നന്ദിനി ചെയ്തത്? എന്നെ എല്ലാരും കൂടി രക്ഷിച്ച് എനിക്ക് മതിയായി. ഇനി എന്റെ കുഞ്ഞിനെ കൂടി രക്ഷിക്കാൻ ആരും വരണ്ട. നന്ദിനിയടുത്തോട് നീ ഞാനൊന്ന് പറയരുത് മോനെ, മാതൃശാപം കിട്ടും. എന്ത് മാതൃശാപം? ഇവന്റെ അമ്മ ഞാനാ. ഞാൻ എന്തായാലും അവനെ ശപിക്കില്ല. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന്റെ പരിസരത്തുനിന്ന് മാറി നടന്നവളാ നീ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. കൈവീശി ഇവളുടെ കർണത്തൊന്നും കൊടുത്തില്ലെങ്കിലേ നീ പിന്നെയും പിടിപ്പ് കേട്ടവനാവും. കേട്ടോടാ കാർത്തി? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്റെ സെർവന്റും അടിമയാണെന്ന്. എന്റെ കുഞ്ഞിനെ നോക്കുക മാത്രമാ നിന്റെ ജോലി. അത് മാത്രം നീ ചെയ്താ മതി. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ചാൽ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നീ അവക്കിട്ട് ഞൊട്ടും. നിങ്ങളെ ചേർത്താം. ബലമായിട്ടൊരു താലി ഞങ്ങളുടെ കുഞ്ഞിന്റെ പെടലിക്ക് നീ കെട്ടിയെന്നും പറഞ്ഞ് നീ ഉടമയെ ഭർത്താവൊന്നും ചമയണ്ട. നീ ഇവളെ സ്നേഹത്തോടെ ഭാര്യയായിട്ട് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നീ ഇവളുടെ ശരീരത്ത് തൊട്ടാ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഈ കല്യാണം വരെ നീയും എനിക്ക് മകനായിരുന്നു. പക്ഷെ ആ ബന്ധമൊക്കെ ഞാനങ്ങ് മറന്നു കളയും. അതുകൊണ്ട് പൊന്നു മകനെ, ഭാര്യ പോയതിന്റെ പേരില് നിന്റെ മാനസിക നില തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ചെറിയമ്മ അവനൊരു സൈക്കാട്രിസ്റ്റ് എടുത്ത് കൊണ്ടുപോകാം. നിന്നെ ഞങ്ങൾ സഹായിക്കാം, ചികിത്സിക്കാം. അല്ലാതെ വിരട്ടും കൊണ്ട് വന്നാലേ പോലീസ് ഉദ്യോഗമൊന്നും വേണടാ. ഞങ്ങൾക്ക് പണി പഠിപ്പിച്ചു തരും. എന്റെ ലൈഫ് തകർത്തത് ഇവളാ. മരണം വരെ ഇവളെ ഞാൻ കരയിപ്പിക്കും. ഇതെന്റെ വെല്ലുവിളിയാ. എല്ലാവരും കരുതിയിരുന്നു. കുഞ്ഞിനെങ്ങി താമേ. എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയല്ലോ എന്റെ ദൈവമേ. അയ്യോ, അവളുടെ ഒരു പൂങ്കണ്ണീര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.